മറ്റു മതവിശ്വാസികളായ ആളുകൾ യേശുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുന്ന നിരവധി വാർത്തകൾ നാം ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അതിൽ ചിലതെങ്കിലും നമ്മെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന പരിവർത്തന സാക്ഷ്യമായിരിക്കും. അത്തരത്തിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പരിവർത്തന കഥയാണ് ഈജിപ്തിൽ നിന്നുള്ള അഹമ്മദിൻ്റേത്. അൺചാർട്ടേഡ് മിനിസ്ട്രീസ് എന്ന പ്രാർത്ഥനാ ടീം ഈജിപ്തിലേക്കും തങ്ങളുടെ ശുശ്രൂഷ വ്യാപിപ്പിച്ചതോടെയാണ് ആ രാജ്യക്കാരനും ഒരു മുസ്ലിം പള്ളിയിലെ ഇമാമുമായ അഹമ്മദിനെ മിനിസ്ട്രിയുടെ ലീഡറായ റഹ്മാൻ പരിചയപ്പെടുന്നത്. നെറ്റിയിൽ നിസ്കാരത്തഴമ്പുള്ള ഒരു ഇസ്ലാം മതവിശ്വാസി. അഹമ്മദിനെ പരിചയപ്പെട്ട അടുത്ത നിമിഷം തന്നെ അയാൾ റഹ്മാനോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു: റഹ്മാൻ, ഞാൻ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം ദയവായി പറഞ്ഞു തരൂ. എന്തായിരുന്നു ആ സ്വപ്നമെന്ന് റഹ്മാൻ അദ്ദേഹത്തോട് ചോദിച്ചു. വെള്ള വസ്ത്രം ധരിച്ച ഒരാളെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. അതാരാണെന്ന് എനിക്കറിയില്ല. എന്നാൽ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു: നാളെ റഹ്മാൻ എന്നൊരാളെ നിങ്ങൾ കാണുമെന്നും അയാൾ എന്നെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കും എന്നുമായിരുന്നു. റഹ്മാൻ അടുത്ത നിമിഷം തന്നെ തൻ്റെ ദൗത്യം ആരംഭിച്ചു. യേശുവിനെക്കുറിച്ച് ആ ഇമാമിനോട് അദ്ദേഹം സംസാരിച്ചു. അഹമ്മദ് റഹ്മാനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവിടെ വെച്ച് അദ്ദേഹത്തോടൊപ്പം ഭാര്യയും മക്കളും ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ തീരുമാനമെടുക്കുകയുമായിരുന്നു. അൺചാർട്ടേഡ് മിനിസ്ട്രിയിലൂടെ റഹ്മാൻ ഈജിപ്തിലുടനീളം ഇത്തരത്തിലുള്ള നിരവധി പരിവർത്തനങ്ങൾക്ക് കാരണക്കാരനായിട്ടുണ്ട്. ഫാത്തിമ എന്ന മുസ്ലിം യുവതിക്ക് മിനിസ്ട്രിയുടെ പ്രാർത്ഥന വഴി അത്ഭുത രോഗശാന്തി ലഭിച്ചതിൻ്റെ ഫലമായി അവർ ക്രിസ്തുമതം സ്വീകരിച്ചതും അതിൽ ഉൾപ്പെടുന്നു.